നമസ്കാരം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജനകീയ വിപ്ലവങ്ങളിൽ ഒന്നായി പടർന്നു പന്തലിക്കുകയാണ് വാസ്തവത്തിൽ പാറ്റകളുടെ വിപ്ലവം. യുവതലമുറ ഒരുമിച്ച് നിൽക്കുകയും മാധ്യമ പിന്തുണ ലഭിക്കുകയും ചെയ്തതോടെ പാറ്റകൾ കേന്ദ്ര സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ ഉറക്കം കെടുത്തി. വിദേശ മാധ്യമങ്ങളിലൊക്കെ ഇത് വലിയ വാർത്തയാണ്. അൽ ജസീറയിൽ പല വാർത്തകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. BBC-യും ഒട്ടും മോശമാക്കുന്നില്ല. വലിയ ജനപിന്തുണയാണ് ഈ സമരത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ചെറുപ്പക്കാർ കൂട്ടത്തോടുകൂടി ഡൽഹിയിലേക്ക് എത്തുന്നു. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയാലും ആളുകൾ വീണ്ടും വീണ്ടും എത്തുകയാണ്. രാജ്യ തലസ്ഥാനത്ത് തുടർച്ചയായി ഇന്റർനെറ്റ് നിരോധനം നടപ്പിലാക്കിയിരിക്കുന്നു. എന്നിട്ടും അവസാനിക്കാത്ത തരത്തിൽ ഒഴുക്കുണ്ടാവുന്നു. ചർച്ചയ്ക്ക് പോലും നിബന്ധനകൾ വെച്ച് അവർ കൂടുതൽ ശക്തരാവുന്നു. അങ്ങനെ പിടിച്ചാൽ കിട്ടാത്ത നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. 12 വർഷത്തെ മോദി ഭരണത്തിനിടയിൽ മോദിയെ ശ്വാസം മുട്ടിച്ച ഏക സംഭവം കർഷക സമരമായിരുന്നു. അന്ന് ലഭിച്ചതിൻ്റെ 10 മടങ്ങ് പിന്തുണയാണ് ഈ പാറ്റ സമരത്തിന് ലഭിച്ചത്. അതിന് കാരണം നമ്മുടെ രാജ്യത്തെ ജനസംഖ്യയിൽ പകുതിയിലേറെ പേർ 30 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികളാണ് എന്നതാണ്. അവർ ഇൻ്റർനെറ്റ് യുഗത്തിൽ ജനിച്ചവരും ജീവിച്ചവരുമാണ്. പരമ്പരാഗത രാഷ്ട്രീയ മൂല്യങ്ങളുടെ അതിർവരമ്പുകൾ ലംഘിക്കാൻ അവർക്ക് എളുപ്പമാണ്. അത്ര വേഗത്തിൽ അൽഗോരിതത്തിൻ്റെ രാഷ്ട്രീയം അവരെ നിയന്ത്രിച്ചു. ദേശവിരുദ്ധ സഖ്യം എന്നൊക്കെ പറയാമെങ്കിലും അതിനപ്പുറത്തേക്ക് ഇത് ആർജവമുള്ള ഒരു ജനകീയ സമരമായി മാറി. അടിയന്തരമായി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പണി പാളുമെന്ന് മോദിക്ക് പിടികിട്ടി. അതുകൊണ്ടാണ് സംഘപരിവാർ പ്രൊഫൈലുകളിൽ ദേശവിരുദ്ധ സമരം എന്ന നിലയിൽ വലിയ തോതിൽ ആക്രമണമുണ്ടായപ്പോഴും മോദിയോ സർക്കാരുമായി ബന്ധപ്പെട്ടവരോ അത്തരമൊരു ആരോപണം ഉന്നയിച്ചേയില്ല. മാത്രമല്ല, പോലീസ് ആക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായിട്ടുകൂടി സഹിഷ്ണുത കാട്ടി. വാസ്തവത്തിൽ ഈ പാറ്റ സമരം കൊടുങ്കാറ്റായി മാറാൻ പ്രചോദനമാകുന്നത് അതിരുകവിഞ്ഞ പോലീസ് ആക്ഷനും അതിരുകവിഞ്ഞ സോഷ്യൽ മീഡിയ ആക്രമണവുമാണ് എന്ന് തിരിച്ചറിഞ്ഞ് സംയമനം പാലിക്കുകയായിരുന്നു സർക്കാർ. ഇവിടെ സർക്കാരിനെ ആശങ്കപ്പെടുത്തിയത് പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായ വിദ്യാർത്ഥിനിയുടെ അവസ്ഥയായിരുന്നു. ആ പെൺകുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടാൽ രക്തസാക്ഷിയാവുമെന്നും പ്രതിഷേധം പിടിച്ചാൽ കിട്ടില്ലെന്നും മനസ്സിലാക്കി പ്രത്യേക മെഡിക്കൽ സംഘത്തെ തന്നെ രൂപം കൊടുത്താണ് ഓരോ ഇഞ്ചിലും ശ്രദ്ധ കൊടുത്ത് പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ഇത്രയേറെ ജാഗ്രതയ്ക്കൊപ്പമാണ് മോദി ഒരു സർജിക്കൽ സ്ട്രൈക്കുമായി രംഗത്തിറങ്ങുന്നത്. സകലരെയും ഞെട്ടിച്ചുകൊണ്ട്, എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടായിരുന്നു വ്യാഴാഴ്ച രാത്രി 11:52 മോദി സെൽഫി വീഡിയോ ലൈവുമായി രംഗത്ത് വന്നത്. ആ വീഡിയോയുടെ അവതരണ രീതി പോലും തികച്ചും വ്യത്യസ്തമായിരുന്നു. സുന്ദരനായ മോദി ആ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട ക്യാമറ ആംഗിൾ ശ്രദ്ധിക്കുക. യാതൊരു സൗന്ദര്യവും ആ മോദിക്കുണ്ടായിരുന്നില്ല. പാറ്റയുടെ രൂപസാദൃശ്യത്തോടെയാണ് മോദി പ്രത്യക്ഷപ്പെടുന്നത്. അതുപോലെ ഒരു ബോധപൂർവമായ സൃഷ്ടിയായിരുന്നു. പാറ്റകൾക്ക് ഹീറോ പരിവേഷം കിട്ടുമ്പോൾ പാറ്റയുടെ രൂപത്തിൽ തന്നെ ക്യാമറ ആംഗിൾ സെറ്റ് ചെയ്ത് മോദി രംഗത്തെത്തുന്നു. മോദി നേരിട്ട് പുതിയ തലമുറയോട് സംവദിക്കുകയാണ്. എന്ന് വെച്ചാൽ സമരക്കാരോട് സംവദിക്കുകയാണ്. പാറ്റ വിപ്ലവത്തിനൊപ്പം നിൽക്കുന്ന യുവതലമുറയെ നേരിട്ട് അഡ്രസ്സ് ചെയ്തിട്ട് മോദി പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊപ്പമാണ്. നിങ്ങളുടെ വിഷയം എനിക്ക് മനസ്സിലാകും. നിങ്ങളുടെ വിഷയങ്ങൾക്ക് ഞാൻ പരിഹാരമുണ്ടാക്കുന്നു. ഇതിനോടകം ഇതിൽ നേരിട്ട് പങ്കെടുത്തവർ ജയിലിലായിരിക്കുന്നു. അവർ രക്ഷപ്പെടാതിരിക്കാൻ പുതിയ നിയമം കൊണ്ടുവരുന്നു. ആ നിയമം നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനമുണ്ടാവും. തിങ്കളാഴ്ച അത് പാർലമെന്റിൽ അവതരിപ്പിക്കും. അതിൽ കടുത്ത ശിക്ഷയായിരിക്കും കുറ്റവാളികൾക്ക് കൊടുക്കുന്നത്. കുറ്റം ചെയ്തവർ മാത്രമല്ല, ഇനി കുറ്റം ചെയ്യാൻ സാധ്യതയുള്ളവരെയും വെറുതെ വിടില്ല. ഇതാണ് മൻമോഹൻ സിംഗിന് ഇല്ലാതെ പോയ വിവേകം. 2011 മുതൽ 14 വരെ സമാനമായൊരു വിപ്ലവം ഡൽഹിയിൽ കോൺഗ്രസ് സർക്കാരിനെതിരെ ഉണ്ടായപ്പോൾ നിശബ്ദത പാലിക്കുകയായിരുന്നു മൻമോഹൻ സിംഗും കോൺഗ്രസ് സർക്കാരും. അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് ആ വിപ്ലവം കൊടുങ്കാറ്റായി മാറി. UPA ഭരണം ഇല്ലാതായിപ്പോയി. എന്നാൽ ഇവിടെ മോദി ഏത് ആയുധം ഉപയോഗിച്ചാണോ പാറ്റകൾ യുദ്ധം ചെയ്യുന്നത്, അതേ ആയുധം ഉപയോഗിച്ച് മറുക്രിയ ചെയ്തു. മോദിയുടെ ആ വീഡിയോ ലോക ചരിത്രത്തിൽ ഇടം നേടി. ഇന്നേ വരെയുള്ള ഇൻസ്റ്റയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ആളുകൾ 24 മണിക്കൂറിനുള്ളിൽ കണ്ട വീഡിയോ എന്ന റെക്കോർഡിട്ടു. 302 മില്യൺ, അതായത് 30 കോടിയിലധികം ആളുകളാണ് ആ വീഡിയോ 24 മണിക്കൂറിനകം ഇൻസ്റ്റയിൽ കണ്ടത്. ഇൻസ്റ്റാ വീഡിയോയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ആളുകൾ കണ്ടത് ആ വീഡിയോയാണ്. മാത്രമല്ല, മോദിയുടെ ഇൻസ്റ്റാ ഫോളോവേഴ്സ് ഒരു രാത്രി കൊണ്ട് 1 മില്യൺ, അതായത് 10 ലക്ഷം കൂടി. ലോകത്തെ ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ള രാഷ്ട്രീയക്കാരൻ നരേന്ദ്രമോദിയാണ്. ഏതാണ്ട് 102 മില്യൺ, അതായത് ഏതാണ്ട് 10 കോടിയോളം ആളുകൾ മോദിയെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നു. ട്രംപിന് ഏതാണ്ട് 4 കോടി മാത്രമാണുള്ളതെന്ന് ഓർക്കണം. ഇന്ത്യയിൽ മോദിയേക്കാൾ ഇൻസ്റ്റാ ഫോളോവേഴ്സ് ഉള്ള ഒരേ ഒരാൾ വിരാട് കോഹ്ലിയാണ്. ഏറ്റവും അധികം ഇൻസ്റ്റാ ഫോളോവേഴ്സ് ഉള്ളത് ക്രിക്കറ്റുകാരും ഫുട്ബോളുകാരും പോപ്പ് സ്റ്റാറുകളുമൊക്കെയാണ്. അവർക്കിടയിലേക്കാണ് മോദി കൂടി ഉയർന്നു വന്നത്. ലോകത്തെ ഏറ്റവും അധികം ഇൻസ്റ്റാ ഫോളോവേഴ്സ് ഉള്ള രാഷ്ട്രീയക്കാരനായി മോദി മാറുന്നു. ഇതാണ് യഥാർത്ഥ സർജിക്കൽ സ്ട്രൈക്ക്. യുവാക്കളോട് നേരിട്ട് സംവാദം നടത്തി
അവരുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തപ്പെടുക, അവരോട് ഭാഷയിൽ സംസാരിക്കുക, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ താൻ തയ്യാറാണ്, താൻ പരിഹാരമുണ്ടാക്കുന്നു എന്ന് പറയുക. വാസ്തവത്തിൽ പാറ്റ വിപ്ലവത്തിന് ഒരു സഡൻ ബ്രേക്കായി മാറി. അത്രയ്ക്കും ആവേശത്തോടു കൂടിയായിരുന്നു പാറ്റ വിപ്ലവം പടർന്നു പിടിച്ചത്. ഇതിങ്ങനെ മുമ്പോട്ട് പോയാൽ ബംഗ്ലാദേശിലും നേപ്പാളിലുമൊക്കെ സംഭവിച്ചത് ഇവിടെയും ആവർത്തിച്ചേക്കാം എന്ന് മോദിക്ക് ബോധ്യമായി. വാസ്തവത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ കൈവിട്ടു പോകുന്നത് പോലീസ് അതിക്രമം കാണിക്കുമ്പോഴാണ്. പോലീസ് വെടിവെക്കുകയും ആളുകൾ മരിക്കുകയും ചെയ്യുന്നതോടെ പൊതുവെ ജനവികാരം ശക്തിപ്പെടും. അതിനവസരം കൊടുക്കാതെ നേരിട്ട പ്രശ്നം അഡ്രസ്സ് ചെയ്തുകൊണ്ട് മോദി രംഗത്തെത്തി ഈ വിപ്ലവത്തിന് സഡൻ ബ്രേക്ക് ഇട്ട്. അതുകൊണ്ടാണ് മോദിയുടെ ഫോളോവേഴ്സിൽ പോലും വർധനമുണ്ടായത്. പരമ്പരാഗത ഫോളോവേഴ്സ് അല്ല ഇൻസ്റ്റയിലെന്ന് ഓർക്കണം. യുവതലമുറയാണ് ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവരെ. അവരുടെ ഇടയിലേക്കാണ് മോദി ഈ അവസരം മുതലെടുത്ത് കയറി ചെന്നതും അവരോട് നേരിട്ട് സംവദിച്ചതും. ഇന്നലെ രാത്രിയും മോദി ഇൻസ്റ്റയിലൂടെ ലൈവ് ചെയ്തുകൊണ്ട് അവരോട് സംവദിക്കാനെത്തി. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവർക്കൊപ്പമാണ് എന്ന് പറഞ്ഞ് പുതിയ നിയമത്തിൻ്റെ ചില സൂചനകൾ നൽകി. അതായത് ഇനി പരീക്ഷാ ക്രമക്കേട് കാണിച്ചാൽ 10 കോടിയോളം പിഴ അടയ്ക്കേണ്ടി വരും, 10 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. മാത്രമല്ല പരീക്ഷാ സംവിധാനം മുഴുവൻ പൊളിച്ചെഴുതി. നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റിയിലെ NTAയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. ഇതിനു മുമ്പ് തന്നെ നവീൻ ജോഷി എന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിയെ മാറ്റുകയും പുതിയ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്തു. നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റിയിലേക്ക് പുതിയ യുവാക്കളെ തിരഞ്ഞെടുക്കാനുള്ള പരസ്യം പ്രഖ്യാപിച്ചു. എല്ലാ അർത്ഥത്തിലും പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടത് ചെയ്തു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, അതും യുവതലമുറയെ നേരിട്ട് ബോധ്യപ്പെടുത്താൻ മോദിക്ക് കഴിഞ്ഞു. തെറ്റ് സംഭവിച്ചിരിക്കുന്നു, തെറ്റ് തിരിച്ചറിഞ്ഞു, അതിന് തിരുത്തൽ വരുത്തിയിരിക്കുന്നു എന്ന ഒരു സാഹചര്യമുണ്ട്. ഇതോടുകൂടി CJP നേതാക്കൾക്ക് സർക്കാരുമായി ചർച്ച ചെയ്യാൻ നിർബന്ധിതരാകുന്നു. അതുവരെ അവർ ചർച്ചയ്ക്ക് പോലും തയ്യാറാവാതെ വേണമെങ്കിൽ ജന്തർ മന്ദിറിലേക്ക് വരൂ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ സമരത്തെ പിന്തുണയ്ക്കുന്നവർ തന്നെ ചോദിച്ചു തുടങ്ങി, നിങ്ങൾ എന്തുകൊണ്ട് ചർച്ചയ്ക്ക് വിസമ്മതിക്കുന്നുവെന്ന്. ഒടുവിൽ നേതാക്കൾക്ക് ചർച്ചയ്ക്ക് വഴങ്ങേണ്ടി വന്നു. ചർച്ചയിൽ 3 കാര്യങ്ങളിൽ 2 അംഗീകരിച്ചു. അതായത് ഈ നീറ്റ് പരീക്ഷാ വിവാദവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്തവർക്ക് 1 കോടി രൂപ കൊടുക്കാൻ സർക്കാർ സമ്മതം പറഞ്ഞു. സമാധാനപരമായി മാർച്ചിൽ പങ്കെടുത്തവർക്കെതിരെ കേസുണ്ടാവുകയില്ല. ഇനിയും വരാൻ പോകുന്ന മാർച്ചുകളിൽ പങ്കെടുത്താൽ കേസുണ്ടാവില്ല എന്ന് എഴുതി കൊടുക്കാനും തയ്യാറാണെന്ന് സർക്കാർ പറഞ്ഞു. അതേസമയം ക്രിമിനൽ നടപടികൾ ചെയ്തവരെ വെറുതെ വിടില്ല. ഇങ്ങനെ അവരാവശ്യപ്പെട്ട 2 പ്രധാന കാര്യങ്ങളും പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കാര്യം മാത്രമേ വഴങ്ങാത്തതുള്ളൂ. ഇത് രാഷ്ട്രീയ വിഷയമല്ലേ, അതിനുവേണ്ടി എന്തിന് പിടിവാശി പുലർത്തുന്നു എന്ന് ചോദിക്കുന്നവരുടെ എണ്ണവും കൂടി വരികയാണ്. ചുരുക്കി പറഞ്ഞാൽ പാറ്റ വിപ്ലവത്തിന് കൃത്യമായി സഡൻ ബ്രേക്ക് ഇടാൻ മോദിയുടെ നീക്കങ്ങളിലൂടെ കഴിഞ്ഞു. ഇനിയും അവശേഷിക്കുന്ന ഏക വിഷയം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെക്കുറിച്ച് മാത്രമാണ്. രാഷ്ട്രീയപരമായ തീരുമാനമായതുകൊണ്ട് അതിന് വഴങ്ങേണ്ട എന്നാണ് സർക്കാരിൻ്റെ തീരുമാനം. അതൊഴികെയുള്ള വിഷയങ്ങൾ പരിഹാരമുണ്ടാക്കിയതോടെ, കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ, ഇനി ആ കുറ്റം ആവർത്തിക്കില്ല എന്നുറപ്പായതോടെ, അതിനുവേണ്ട നിയമ സംവിധാനങ്ങൾ ഒരുക്കുന്നു എന്നുറപ്പായതോടെ സമരത്തിൻ്റെ തീഷ്ണത കുറയും. സാധാരണ മനുഷ്യർ ഈ സമരത്തിന് കൊടുക്കുന്ന പിന്തുണ ഇല്ലാതാകും എന്നാണ് മോദിയുടെ കണക്കുകൂട്ടൽ. മോദി നേരിട്ടാണ് ഇത് കൈകാര്യം ചെയ്തത്. എന്തായാലും വലിയൊരു വിപ്ലവമായി പടർന്നു പിടിക്കുന്നതിന് മുൻപ് അതിനെ തടയിടാൻ മോദിക്ക് കഴിഞ്ഞു. പതിയെ പതിയെ ഇത് തണുത്തേക്കും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി കൂടി സംഭവിച്ചാൽ ഇത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പരിഹരിക്കപ്പെടും. അത് വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ധർമ്മേന്ദ്ര പ്രധാനെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് മാറ്റുന്നതിനെക്കുറിച്ചും ചിന്തയുണ്ട്. ഇതുവരെ എടുത്ത നടപടികൾ കൊണ്ട് എല്ലാം തണുക്കുമെന്ന കണക്കുകൂട്ടലിൽ കാത്തിരിക്കുന്നു. അതല്ല, ഇനിയും സംഘർഷം വ്യാപിച്ചാൽ ധർമ്മേന്ദ്ര പ്രധാനെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും മാറ്റാനാണ് സാധ്യത.